If you guys are planning a trip to Coorg anytime soon, then make sure you watch this video till the end because I am taking you along for the whole trip and sharing everything you need to know. From places, എന്തൊക്കെയാ അവിടെ ചെയ്യേണ്ട, cafes, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇത് കൂർഗ് ഗൈഡാണ്. കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റ് എത്തിയത് ഒരു 3 hours ആയിരുന്നു, ഓൾ ബിക്കോസ് ഓഫ് ഹൈവേ. കാലിക്കറ്റ് ടു വയനാട് എത്തിയത് ഒരു 2 hours കൊണ്ടാണ്. ചുരം എത്തിയപ്പോൾ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് ഈ കാടമുട്ട ഫ്രൈ. അതും ബൂസ്റ്റർ ചായയും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു അവിടെ. ഇറ്റ് വാസ് മേജർലി ബിക്കോസ് ഓഫ് ആൻ ആക്സിഡന്റ്. പിന്നെ വർക്കും നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ 2 hours പോയി. പിന്നെ ഈ നേച്ചറൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ആഫ്റ്റർ എ ലോങ് റൈഡ് ജുബിലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ഹാഫ് മട്ടൻ ബിരിയാണി, ഹാഫ് ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ആൻഡ് വാട്ടർമെലൺ ജ്യൂസ്. പിന്നെ നമ്മൾ കൂർഗിലേക്ക് പോകുന്ന ഒരു യാത്രയിലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഹോം ടൂർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഒരു വലിയൊരു ഹാളുണ്ടായിരുന്നു, ഡൈനിങ് റൂം, എ കിച്ചൺ, 2 bedrooms ആൻഡ് വലിയൊരു പൂളും ഉണ്ടായിരുന്നു വിത്ത് എ സിറ്റി വ്യൂ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരുവിധം ഭയങ്കര ടയേർഡായിരുന്നു. ദിസ് വാസ് ദ നെക്സ്റ്റ് മോർണിംഗ് വ്യൂ. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് വേറൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈറ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പശുവിടെ മദറാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. യു വാസ് ലിറ്ററലി സ്റ്റെയറിംഗ് അറ്റ് us. ഞങ്ങളിപ്പോൾ കയറുന്ന റെസ്റ്റോറൻറ്റിന്റെ പേരാണ് പാകശാല. 4 പേരും ഫസ്റ്റ് കാണുന്ന ഈ കോംബോയാണ് കേട്ടോ വാങ്ങിച്ചത്. ആൻഡ് ഓൾസോ കോഫി ആൻഡ് ടീ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ആഫ്റ്റർ 10 minutes ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ആൻഡ് വി വെർ ഓൺ അവർ വേ ടു റീച്ച് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ ഒരു ഡേ ആണ് ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ദുബാരെ എലിഫന്റ് ക്യാമ്പ്. ആ ഒരു സ്ഥലത്ത് തന്നെ 3 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിംഗ് ഉണ്ടായിരുന്നു, റാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു ആൻഡ് ഈ മെയിൻ ആയിട്ടുള്ള സാധനമായിരുന്നു എലിഫന്റ് ക്യാമ്പ്. പെർ പേഴ്സണ് റാഫ്റ്റിംഗിന് ചാർജ് ചെയ്യുന്നത് 700 rupees ആയിരുന്നു. ഞങ്ങൾ എലിഫന്റ് ക്യാമ്പിലേക്ക് നടന്നു പോകുമ്പോഴാണ് മനസ്സിലായത് അത് പൂട്ടിക്കിടക്കുകയെന്ന്. 3 months ആയിട്ട് പൂട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത് ഓപ്പണും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴോ അവിടുത്തെ ലോക്കൽസിനടുത്ത് ചോദിച്ചു നോക്കുക ഓപ്പൺ ആണോ അല്ലയോ. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. കാലറീസ് ഓർക്കണ്ടേ. ഞാൻ അവിടെ നിന്ന് ഒരു കഫേയിൽ കയറി കോഫിയും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ചിക്ലി ഹോളി റിസർവയറിലേക്കാണ് കേട്ടോ. ആ മാപ്പിൽ കാണുന്ന വഴി തന്നെ വരിക, ബിക്കോസ് ഇവിടെ 2 വഴിയുണ്ട്. അവിടെ കാണുന്ന ആളുടെ വഴിയിൽ ഇങ്ങനെ പോയി ഈ സ്റ്റെപ്പ് കയറണം, ഇങ്ങനെ പോകാം.
ആ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടുക. വെള്ളം തീരെ ഉണ്ടായില്ല. ഫോട്ടോയിൽ കാണുന്നത് വേറെയും നേരിട്ട് കാണുന്നത് വേറെയായിരുന്നു. വി തോട്ട് മൺസൂൺ സീസൺ അല്ലേ, അപ്പൊ ഇതേപോലത്തെ വാട്ടർഫോൾസും റിസർവോയറിലൊക്കെ നല്ല വാട്ടർ ഉണ്ടാവുന്നു. പക്ഷെ അല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. അതുകൊണ്ട് പകുതി മുക്കാൽ വാട്ടർഫോൾസിന്റെ ഏരിയ ഒക്കെ ഞങ്ങളൊന്നും കവർ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ക്ലിക്ക് ചെയ്തു, നേരെ അവിടെ നിന്ന് വിട്ടു. ആൻഡ് ഓൾസോ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പാർക്കിംഗ് ഇച്ചിരി ഡിഫിക്കൾട്ട് ആയിരിക്കും, അത് ഒന്ന് സൂക്ഷിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ വന്നത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു, ദി ഗോൾഡൻ ടെമ്പിൾ. എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കുന്നത് ഞാനും എടുത്തു. ഈ കാണുന്ന ലാമ്പുകളുണ്ടല്ലോ, ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനാണ് അവിടെ വെച്ചേക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതെന്റെ ഫേവറേറ്റ് സ്ഥലമായതെന്ന് പറയട്ടെ. 2-3 വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കാണാൻ നല്ല രസമാണ്, കേൾക്കാനും നല്ല രസമാണ്. ഞങ്ങൾ എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തന്റിക് ആയിട്ടുള്ള ടിബറ്റൻ ഫുഡ് കഴിക്കാൻ പോയി. റെസ്റ്റോറന്റ് പേരാണ് ടിബറ്റൻ ഫുഡ് റൂഫ് ടോപ്പ്. ഇവിടുത്തെ വ്യൂവും തണുത്ത കാറ്റും ആംബിയൻസും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചിക്കൻ തുപ്കയും പിന്നെ മൊമോ ഇൻ സൂപ്പാണ്. ഞാൻ ബിണ്ടി മസാലയും ചിക്കൻ ഷാപ്റ്റയും കഴിച്ചിട്ടോ. ദെൻ ഫോർ മീ a ചീസ് കേക്ക്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദിസ് വാസ് ദ ടോട്ടൽ എമൗണ്ട്. റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചതിന്റെ ഹോൾ വീഡിയോ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അത്രക്ക് അടിപൊളിയായിരുന്നല്ലോ ശരിക്കും. ഇവരുടെ സാൻഡൽ വുഡ്സ് ഒക്കെ ഉണ്ട്, നല്ല മണമാണ്. ഇതായിരുന്നു കേട്ടോ ആ മാർട്ടിന്റെ പേര്. പിന്നെ ഈ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെ ആ പാറക്കശാലയിൽ പോയി ഗീ റോസ്റ്റും ഇഡ്ലി സെറ്റും ചായയും എല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു വ്ളോഗ്. ഗൈഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞോന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയാതിരിക്കാൻ മറക്കരുത്. പിന്നെ പോണ വഴിക്ക് ഈ ഒരു ജ്യൂസും കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഹോൾ വീഡിയോ ഇതാണ്. ഇനി ഞാൻ കൂർഗിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഹോൾ വീഡിയോ ഞാൻ കാണിച്ചത്. ഫസ്റ്റ് വാങ്ങിച്ചതാണ് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്. I also bought this coffee one. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു കോഫി കപ്പ്. ജാക്ക് ഫ്രൂട്ട് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒത്തന്റിക് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഗീ. എന്റെ പൊന്നും ടേസ്റ്റ് ആണെന്നറിയോ. പിന്നെ കൂർഗ് ഇസ് പോപ്പുലർ ഫോർ ദെയർ കോഫി. അപ്പൊ എന്തായാലും കോഫി വാങ്ങിക്കണമല്ലോ. നോർമൽ വേർഷൻ വാങ്ങിച്ചിട്ടുണ്ട്. Then I bought these 4 noodles. ആ നേരത്തെ കാണിച്ച മാർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് 4 ടൈപ്പാ. പിന്നെ അവിടെ നിന്ന് എന്തായാലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് കച്ചമ്പുളി എന്ന് പറഞ്ഞൊരു സാധനം. ബേസിക്കലി പറഞ്ഞാൽ പുളി ഉണ്ടാവുമല്ലോ, പുളിയുടെ ഒരു ലിക്വിഡ് വേർഷൻ ആണ് ഇത്. ഫുഡിലൊക്കെ ഇട്ട് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. നിങ്ങൾ ഇമ്പൾസ് കോഫീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പാക്കേജിങ് ഈ ബോട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാക്ട് സെയിം ആണ്. and ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. 280 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചാണ് സാമ്പ. ദിസ് ഇസ് ബേസിക്കലി 50% നട്ട്സും 50% അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ. ടിബറ്റൻസ് കൂടുതലും കഴിക്കണതാണ് ഇത്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതാണ് കഴിക്കുക. സാധനങ്ങളാണ് ഞാൻ മെയിൻലി വാങ്ങിച്ചത്. എല്ലാത്തിനും സ്റ്റോറും കാര്യങ്ങളും പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ ഫോളോ മൈ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.